ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ നാടകീയമായ സംഭവവികാസങ്ങൾ നടന്ന നിലമ്പൂരിലെ ഒതായിലെ അൻവറിൻ്റെ വീട്ടിലാണ്. വീട്ടിൻ്റെ മുൻവശമാണുള്ളത്. ഇതുവഴിയായിരുന്നു ഇന്നലെ പോലീസ് വീട് വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. വീടിന് തൊട്ട് മുൻപിലായി നേരത്തെയുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ട്. നമുക്കതിൽ കാണാം, കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ല. അൻവർ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കാര്യം. അദ്ദേഹം ADGPക്കെതിരെയും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വലിയ വിമർശനം ഉന്നയിച്ച സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. ആ ബോർഡ് അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുമ്പിൽ ഇപ്പോഴുമുണ്ട്. തൊട്ട് താഴെയായി അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ജനവിരുദ്ധ വന നിയമ ഭേദഗതിക്കെതിരെ PV അൻവർ നയിക്കുന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലം ജനകീയ യാത്ര, ആ ഫ്ലെക്സ് ബോർഡുമുണ്ട്. ആ യാത്ര കഴിഞ്ഞ് തൊട്ട് പിറ്റേന്നാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ നിലമ്പൂരിൽ ആ അപകടം, ഈ കാട്ടാന ആദിവാസി യുവാവിനെ ചവിട്ടി കൊലപ്പെടുത്തി അങ്ങനെ ആ മരണമുണ്ടായത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് നാട്ടുകാരുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് പുതിയ പാർട്ടി രൂപീകരിച്ചു DMK ഒക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് പോലും ജനകീയമായ വലിയ രീതിയിലുള്ള, പ്രത്യേകിച്ചും LDFൻ്റെയും UDFൻ്റെയും ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ഒരു സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളുടെ ഒന്നും വലിയ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം, അതായത് അദ്ദേഹം ഇന്നലത്തെ അറസ്റ്റോടുകൂടി വലിയ തോതിലുള്ള പിന്തുണ അദ്ദേഹത്തിന് നാട്ടിൽ നിന്നും, അദ്ദേഹം നിൽക്കുന്ന ഒതായി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ലഭിക്കുന്നു എന്നാണ് നമ്മൾ പ്രാദേശികമായി നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ആളുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. നിങ്ങൾ ഈ നാട്ടുകാരാണോ? അതെ. എന്താണ് പ്രതികരിക്കാനുള്ളത്? ഒന്നും പ്രതികരിക്കാല്ല. മൂപ്പരനെ തീരുമാനിക്കട്ടെ. നമുക്കത് പ്രതികരിക്കൊന്നുമില്ല. ഇന്നലത്തെ ഈ അറസ്റ്റ് നടപടികളിലൊക്കെ നാട്ടുകാരുടെ പൊതുവെ ഒരു നിലപാട്, നാട്ടുകാർ ഇവിടെ എല്ലാവരും അതിനെ അനുകൂലിച്ച് നോക്കി നിന്നിട്ടുള്ളൂ. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓലെ ജാഥ, ഓലെ പരിപാടിയിട്ടൊക്കെ അൻവർ നോക്കുക. ആ അൻവറിൻ്റെ പരിപാടിയിട്ട് അൻവർ പോവാ. നമ്മളതിൽ പ്രതികരിക്കാനൊന്നുമില്ല. നിങ്ങൾ ഏതാ രാഷ്ട്രീയ പാർട്ടിയാണോ? ഇല്ല, നമ്മളേത് പറ്റില്ല. നമ്മളവിടെ കുട്ടികളെ നോക്കുന്ന ആളാണ്. ട്രാഫിക് ദിവിഷ്, ഈ രീതിയിലുള്ള പ്രതികരണം നാട്ടുകാരിൽ ഉണ്ടാകുന്നുണ്ട്. അൻവറിൻ്റെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, അത് അൻവറും കൂടെയുള്ള ആളുകളും അത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രതികരിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ മറ്റ് പ്രതികരണങ്ങളും നമുക്ക് നാട്ടുകാരിൽ നിന്ന് തേടാൻ കഴിയുന്നു. നിങ്ങൾ നാട്ടുകാരാണോ? എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇന്നലെ അൻവറിൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. എന്ത് പ്രതികരിക്കാനാണ്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം കുറച്ച് ധൃതി കൂടി തന്നെയാണ് മറ്റവർ പറയുന്ന പോലെ തന്നെ തോന്നുന്നത്. അപ്പം അദ്ദേഹത്തിന് കൂടെ നിൽക്കാതിരുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ, UDF നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഈ അറസ്റ്റ് നടപടിയെ വിമർശിച്ചുകൊണ്ട്. ഈ രീതിയിലൊക്കെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ചോദ്യം. അല്ല, സ്വാഭാവികമായിട്ടും പിന്നെ കുറച്ചൊക്കെ നീട്ടി നിയമം നടപ്പാക്കണം. പക്ഷെ അതിന് കുറച്ചുകൂടെ ഒക്കെ പിടിയെന്നല്ലാത്ത രീതിയിൽ തന്നെ വേണമെന്നുള്ളത് മര്യാദ കാണിക്കേണ്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അയാൾ ഒരു സാമാജികനും കൂടിയല്ല. ശരി. നിലമ്പൂരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് കണ്ടത്. എന്തായാലും ആളുകളുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഉണ്ട്.